മക്കളെ എല്ലാവരും ഓണം എക്സാമിൻ്റെ ആ ഒരു എന്താണ് ടെൻഷനും കാര്യങ്ങളൊക്കെ ആണ് മിസ്സിന് അറിയാം. അപ്പം മിസ് വിചാരിച്ചു എന്താണ് നിങ്ങൾക്ക് വേണ്ടി ഒരു പ്രഡിക്ഷൻ വീഡിയോ ചെയ്യാമെന്ന്. ഓക്കെ, നിങ്ങൾ നാളെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ പോകുന്ന കുറേ ക്വസ്റ്റ്യൻസ് അല്ലെ, ഒരുവിധം എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ വീഡിയോയിൽ ചെയ്യാം. നോക്കിക്കോ, ഇതുപോലൊരു ക്വസ്റ്റ്യൻ മിസ്സിന്റെ മക്കൾ നാളെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണും. അതായത് നീലി ചിടിയ എന്ന് പറഞ്ഞ കവിതയിൽ 4 വരികൾ ഇതേപോലെ മിസ്സിന്റെ മക്കൾക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ പറ്റും. അത് റിലേറ്റ് ചെയ്ത 4 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതിൽ നിർബന്ധമായിട്ടും ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. ഒരു വേർഡ് തരും. അതായത് ഇവിടെ കണ്ടോ, ടാലി എന്ന് പറഞ്ഞ വേർഡാണ് തന്നത്. അതേ വേർഡിന്റെ മീനിങ് വരുന്ന വേറൊരു വേർഡ് നമ്മൾ ഈ കവിതയിൽ നിന്ന് എടുത്ത് എഴുതണം. അതായത് ടാലിയും തന്നെ ആയിരിക്കണം, ടാലിന്റെ അർത്ഥം തന്നെയായിരിക്കും നമ്മൾ എടുക്കുന്ന വേർഡിന് വേണ്ടി വരിക. അങ്ങനെ ഒരു അർത്ഥം ഏതാണ് ഫുനഗിക്കാനുള്ളത്. ഫുനഗി എന്ന് പറഞ്ഞാലും ടാലി എന്ന് പറഞ്ഞാലും രണ്ടും എന്താണ്, ചില്ലകൾ എന്നല്ല അർത്ഥം. അപ്പം അതേപോലെ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും നമുക്ക് നാളെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ പറ്റും. രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതാടാ, അതായത് ഒരു സെന്റൻസ്, അതായത് നിങ്ങൾക്ക് ഒരു സെന്റൻസ് തരും. ഈ സെന്റൻസിന്റെ അതേ മീനിങ് വരുന്ന ഒരു അതായത് നമ്മുടെ പോയത്തിലുള്ള 2 ലൈനുകളും മക്കൾ എന്ത് ചെയ്യേണ്ടി വരും, എടുത്തെഴുതേണ്ടി വരും. അതായത് ഈ ഒരു മീനിങ് വരുന്ന എന്തായിരിക്കും, അത് ലൈനുകളായിരിക്കും. ഓക്കെ, അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും നമുക്ക് നാളെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ പറ്റും. ഓക്കെ, പിന്നെ നമുക്ക് വാർത്താലാപ് കാണടാ, കോൺവെർസേഷൻ മിസ്സിന്റെ മക്കൾക്ക് അറിയാലോ. നമുക്ക് 3 കോൺവെർസേഷൻ ആണ് വരുന്നത്. മിക്കവാറും നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ഒരു കോൺവെർസേഷൻ ആയിരിക്കാം ചാൻസ് ഉണ്ടാവുക കേട്ടോ. അതുകൊണ്ട് മിസ്സിന്റെ മക്കൾ ഇത് പഠിച്ചിട്ട് എന്തായാലും പോവാം. ഇവിടെ നിങ്ങൾക്ക് ഓപ്ഷൻസ് ഒക്കെ തന്നിട്ടുണ്ട്, പക്ഷെ നിങ്ങൾക്ക് ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്ത് ചെയ്യൂല, ഓപ്ഷൻസ് തരൂല. മിസ്സിന്റെ മക്കൾ എന്ത് ചെയ്യുക, ഈ കോൺവെർസേഷൻ അല്ലേ, നമ്മുടെ ബൂഡി അമ്മന്റെയും അതേപോലെ തന്നെ ബച്ചടന്റെയും കോൺവെർസേഷൻ പഠിച്ചിട്ട് പോവുക കേട്ടോ. ഓക്കെ, പിന്നെയോ യെസ്, ഇതേപോലെ 4 പിക്ചേഴ്സ് നിങ്ങൾക്ക് തരും. 4 പിക്ചേഴ്സ് തന്നിട്ട് നിങ്ങളോട് എന്ത് ചെയ്യാൻ പറയും, വിവരണം തയ്യാറാക്കാൻ പറയും. അതായത് വളരെ സിമ്പിൾ ആടാ. ഈ പിക്ചർ കണ്ടോ, ഈ പിക്ചർ കണ്ടിട്ട് മിസ്സിന്റെ മക്കൾക്ക് എന്താ തോന്നുന്നത്, അതായത് മഴ പെയ്യാണല്ലേ, അതായത് പാനി ബർസ്താ ഹേ, എന്ത് ചെയ്ത് നമ്മള് പാനി ബർസ്താ ഹേ. ഓക്കെ, അതേപോലെ രണ്ടാമത്തെ പിക്ചർ കണ്ടിട്ട് എന്താ തോന്നുന്നത്, നദി ഒഴുകുകയാണ്. ഓക്കെ, അതാണ് ഇവിടെ എഴുതേണ്ടത്. പിന്നെ അതേപോലെ തന്നെ 3ാമത്തെ പിക്ചർ, 4ാമത്തെ പിക്ചർ. ഓക്കെ, അതെന്താണ് മക്കൾക്ക് മനസ്സിലാവുന്ന എന്താണോ അത് ഒറ്റ സെന്റൻസിൽ എന്ത് ചെയ്യണം, ഇവിടെ എഴുതണം. ഓക്കെ, ഇതാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇത് നോക്കി വെച്ചോ, എന്തായാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ഒരു ക്വസ്റ്റ്യൻ കാണാനായിട്ട് പറ്റും. പിന്നെ എന്താണ്, നമ്മുടെ റൂറുവിന്റെ ഏതെങ്കിലും ഒരു പാരഗ്രാഫ്, അതായത് മിക്കവാറും നിങ്ങൾക്ക് തരുന്നത് ഫസ്റ്റ് പാരഗ്രാഫ് തന്നെ ആയിരിക്കും. ആ ഫസ്റ്റ് പാരഗ്രാഫ് നന്നായിട്ട് പഠിച്ചു പോകും മിസ്സിന്റെ മക്കൾ. കാരണം അതിൽ നിന്ന് ഒരുപാട് 1 വേർഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഓക്കെ, റൂറുവിന്റെ ചിലപ്പം ചോദിക്കാം എന്താണ്, നമ്മുടെ പിള്ളയുടെ കുട്ടീനെ കുത്തയുടെ കുട്ടീനെ എന്ത് വിളിക്കാം അല്ലെ, അതേപോലെ നമ്മുടെ ബില്ലിന്റെ കുട്ടീനെ എന്ത് വിളിക്കാം, അങ്ങനത്തെ കുറേ ക്വസ്റ്റ്യൻസ് എന്തുണ്ട് ഫസ്റ്റ് പാരഗ്രാഫിലുണ്ട്. അപ്പം മിസ്സിന്റെ മക്കൾ എന്ത് ചെയ്യുക, റൂറുവിന്റെ ഫസ്റ്റ് പാരഗ്രാഫ് നന്നായിട്ട് പഠിച്ചിട്ട് പോവുക. എന്തായാലും അതിൽ നിന്ന് 1 വേർഡ് ക്വസ്റ്റ്യൻസ് ഒരുപാടെണ്ണം ഉണ്ടാവും. ഓക്കെ, സെറ്റ് അല്ലേടാ, സെറ്റാണ്. ദെൻ അടുത്തത് ഇതേപോലെ എന്താണ്, നിങ്ങൾക്ക് ചാപ്റ്ററിൽ അല്ലാത്തൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും വരിക. ചാപ്റ്ററിൽ പഠിക്കാത്ത വേറൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും വരിക. പക്ഷെ സിമ്പിൾ ആയിരിക്കും മിസ്സിന്റെ മക്കൾക്ക്. കാരണം ഇത് റിലേറ്റ് ചെയ്ത് മക്കൾക്ക് കുറച്ച് ക്വസ്റ്റ്യൻ ചോദിക്കും. ആ ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ടാവും, താഴെ ഈ പാരഗ്രാഫിൽ ഉണ്ടാവും. എന്ത് ചെയ്യും, ഈ പാരഗ്രാഫിൽ മക്കൾക്ക് തന്നിട്ടുണ്ടാവും. ഓക്കെ, പിന്നെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്, അന്താരാഷ്ട്രീയ മിത്രതാ ദിവസിനെ കുറിച്ചുള്ള ഒരു പോസ്റ്റർ. നിർബന്ധമായിട്ടും നിങ്ങൾ അത് കണ്ടിരിക്കും നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ. ഓക്കെ, നമുക്ക് 2 പോസ്റ്റർ ആണുള്ളത്. ഒന്ന് മിത്രതാ പോസ്റ്ററും പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഏതാണ് കച്ചറ മുക്ത് കേരള എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോസ്റ്ററുമാണ്. ഓക്കെ, അതിലും നിർബന്ധമായിട്ട് നിങ്ങൾക്ക് നാളെ ചോദിക്കാൻ പോകുന്നത് മിക്കവാറും എന്ത് തന്നെയായിരിക്കടാ, നമ്മുടെ അന്താരാഷ്ട്രീയ മിത്രതാ ദിവസിന്റെ പോസ്റ്ററാണ്. മിസ്സിന്റെ മക്കൾ അത് പഠിക്കാൻ എന്ത് ചെയ്യരുത്, എക്സാമിന് പോവരുത്. ഓക്കെ, പിന്നെയോ ബാദൽ കവിത അല്ലെ, ബാദൽ കവിത വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായിരിക്കും നിങ്ങൾക്ക് ആശയം എഴുതാൻ 4 മാർക്കിന്റെ ആശയം എഴുതാൻ ചോദിക്കുന്ന കവിത ഏതാടാ, അത് ബാദൽ കവിതയായിരിക്കും. ഏത് കവിതയാണ്, ബാദൽ കവിതയാണ്. മിസ്സിന്റെ മക്കള് ബാദൽ കവിതയുടെ ആശയം പഠിച്ചിട്ടേ പോകാവൂ. നിങ്ങൾക്ക് 2 കവിതയാണ് വരുന്നത്, പക്ഷെ അതില് ബാദൽ കവിത അത് കുറച്ച് സ്പെഷ്യൽ ആണ്. ഓക്കെ, അപ്പൊ അതിന്റെ ആശയം പഠിച്ചിട്ട് മിസ്സിന്റെ മക്കൾ എന്ത് ചെയ്യാവുള്ളൂ, നാളെ പോവാൻ പാടുള്ളൂ കേട്ടോ. ഓക്കെ, പിന്നെ അതേപോലെ മിസ് പറഞ്ഞില്ലേ, അതായത് സെയിം ഒരു സെന്റൻസ് തന്നിട്ട് ഇതേ മീനിങ് വരുന്ന ഒരു എന്താണ് ലൈന് എടുത്തെഴുതാൻ പറയും അല്ലെ, 2 ലൈൻസ് എടുത്തെഴുതാൻ പറയും. അത് ഇതിലും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അത്രയും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് അതെന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, പിന്നെ ആശയം എഴുതാൻ പഠിക്കണം. ഓക്കെ, ആശയത്തിന് മിസ് ട്രിക്കൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലെ. ഇനി ആർക്കെങ്കിലും അറിയാത്തതുണ്ടെങ്കിൽ ഓടി വരിക മിസ്സിന്റെ ലൈവിലേക്ക് കേട്ടോ. അപ്പൊ നമുക്ക് ലൈവില് എല്ലാ ക്വസ്റ്റ്യൻസും എന്ത് ചെയ്യാൻ പറ്റും, ഡിസ്കസ് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ഈ ഒരു ക്വസ്റ്റ്യൻ ഇല്ലാത്ത
എന്തുണ്ടാവില്ല, ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവില്ല. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെന്തായാലും നിങ്ങൾ നാളെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ പോകുന്ന ക്വസ്റ്റ്യൻ ആണ്. നോക്കിക്കോ, കണ്ടോ നിങ്ങൾ സൂര്യൻ അല്ലേ, കത്തിജ്വലിക്കുന്ന സൂര്യൻ ഉണ്ട് അല്ലേ, പിന്നെ ഒരു പുഷ്പമുണ്ട്, ഒരു കുട്ടി ഇങ്ങനെ വെള്ളം നനച്ചു കൊടുക്കുന്നുണ്ട്, പിന്നെ കുറച്ച് ഓപ്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, ഇത് നിങ്ങൾ എന്താ ഉണ്ടാക്കേണ്ടതെന്ന് വെച്ചാൽ കഹാനി, അതായത് ഇത് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു ചിത്രകഥ ഉണ്ടാക്കണം. ഓക്കെ, അതായത് നിങ്ങൾക്ക് ഇവിടെ ചെറിയ എന്ത് തന്നിട്ടുണ്ട്, ഇപ്പം ചെൽത്താ സൂരജ് തന്നിട്ടുണ്ട് അല്ലെ, അത് നിങ്ങൾ എന്ത് ചെയ്യണം, ഇതാ ഇതേപോലെ ആക്കി മാറ്റണം. ഏക ദിൻ സൂരജ് ചൽത്താത അല്ലെ, ചൽത്താ സൂരജ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ മനസ്സിലാവും അല്ല, ഏക ദിൻ ഒരു ദിവസം എന്ത് ചെയ്തിട്ടുണ്ട്, സൂരജ് ചൽത്താത എന്ന് എഴുതണം. ഓക്കെ, അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം, ഇതിനൊരു സെന്റൻസ്, അതായത് ഒരു എന്താണ് ചിത്രകഥയാക്കി മാറ്റണം. ഓക്കെ, അതാണ് നമ്മുടെ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അപ്പം ഇത് നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള ആക്ടിവിറ്റി ആണ്. സോ ഇതെന്താണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ഈ എല്ലാ ക്വസ്റ്റ്യൻസും ഓക്കെ, ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് മക്കൾ എന്തായാലും നോക്കി പോവേണ്ടത്. ഓക്കെ, ഇത് നോക്കാതെ മക്കൾ എന്ത് ചെയ്യാൻ പാടില്ല, എക്സാമിന് പോവാൻ പാടില്ല. അത്രയും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇനി ഈ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ലൈവിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. മിസ്സിന്റെ കൂടെ നിങ്ങളും ഉണ്ടാവണം. ഓക്കെ, നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഒക്കെ പഠിച്ചിട്ടേ എന്ത് ചെയ്യുള്ളൂ, എക്സാമിന് മിസ് നിങ്ങളെ പറഞ്ഞേക്കുള്ളൂ. ഓക്കെ, അപ്പം ആ ഒരു ആവേശത്തിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, മിസ്സിന്റെ ലൈവിൽ കയറണം. ഓക്കെ, നമുക്ക് എല്ലാവർക്കും എന്ത് ചെയ്യാം, ഓണം എക്സാം തകർത്ത് എഴുതാം. ഓക്കെ, റെഡി അല്ലേടാ? അപ്പം താങ്ക് യു.